Hey guys, welcome back to your YouTube channel. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഫേക്ക് ആയിട്ടുള്ളൊരു ഇയർ കഫ് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതേപോലത്തെ ടൂൾസ് വേണം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് ഇതേപോലത്തെ മസ്റ്റായിട്ട് വേണ്ടതാണ് ഈ ഒരു ടൂൾ, ഞാൻ ലാസ്റ്റ് കാണിച്ച ടൂളാണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്. മറ്റേതില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് നമുക്ക് ഇതേപോലത്തെ B7000 എന്ന് പറയുന്ന ഗം വേണം. അതിന് നമുക്ക് വേണ്ടതാണ് കമ്പി വേണം കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡ് പിൻ അല്ലെങ്കിൽ ഐ പിൻ ഇല്ലേ, അതിലാണെങ്കിൽ ഏലൊന്നും നിങ്ങൾ എടുത്തോളൂ, അത് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗിയർ വയർ ഇല്ലേ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടതാണ് കേട്ടോ സ്റ്റോൺ ചെയിൻ. അപ്പോൾ ഇതും കൂടെ ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഇതേപോലത്തെ ഒരു കമ്പി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിൽ ലൂപ്പാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മളെ ചെവിയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ലൂപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഈ ടൂൾ നമുക്ക് വേണമെന്ന്. അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് ഇതേപോലെ ലൂപ്പ് ഇടാൻ പറ്റത്തുള്ളൂ, നമുക്ക് കൈ കൊണ്ടിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൂൾ വേണമെന്ന് പറയുന്നത്. മറ്റേതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്കിത് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേ സൈഡ് ഇതേപോലെ സെയിം ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പൊക്കെയാണ്. അപ്പം നമുക്ക് ചെവിയിലിടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇയർ കഫിൻ്റെ ഷേപ്പിലാക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതേപോലെ ഒരു പെൻ എടുത്തിട്ട്, നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ ചെയ്യാം കേട്ടോ. ഒരു പെൻ എടുത്ത ശേഷം കമ്പി ഇതേപോലെ വളച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ കറക്റ്റ് ഇയർ കഫിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റോൺ ചെയിനൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി അപ്പം ഫസ്റ്റ് നമ്മൾ ഇതേപോലെ B7000 എന്ന ഗം എടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും ഉണങ്ങാൻ വെക്കണം കേട്ടോ, എങ്കിൽ നല്ലപോലെ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അതാണ് ഈ ഒരു ഗമ്മിൻ്റെ പ്രത്യേകത. നമ്മൾ നല്ലപോലെ എത്ര സമയം നമ്മൾ ഉണങ്ങാൻ വെക്കുക, എത്ര സമയം നല്ലപോലെ കട്ട് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മളുടെ ഇയർ കഫിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഇല്ല, അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.